നമസ്കാരം. 6 ദിവസം നീണ്ടുനിന്ന കഴിഞ്ഞ വാരത്തിലെ വ്യാപാരത്തിൽ നിഫ്റ്റി 2% നേട്ടത്തോടെയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെയും US-ലെയും പണപ്പെരുപ്പ നിരക്കുകൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞു നിന്നത് വിപണികൾക്ക് ആത്മവിശ്വാസമേകി. US വിപണി സൂചികകളായ നാസ്ഡാക്ക്, S&P 500 എന്നിവ ചരിത്രത്തിലെ സർവകാല ഉയരത്തിലേക്കെത്തി. അടുത്ത ആഴ്ച ഇന്ത്യൻ വിപണി സൂചികകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തിങ്കളാഴ്ച മെയ് 20-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഓഹരി വിപണികൾക്ക് അവധിയാണ്. വിദേശ നിക്ഷേപകർ കഴിഞ്ഞ വാരത്തിൽ വിദേശ നിക്ഷേപകർ 12,903 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. ആഭ്യന്തര നിക്ഷേപകർ 14,563 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം, വാല്യുവേഷൻ സംബന്ധമായ ആശങ്കകൾ, US ബോണ്ട് വരുമാനത്തിലെ ഉയർച്ച തുടങ്ങിയവ വിദേശ നിക്ഷേപകർ അകന്നു നിൽക്കാനുള്ള ചില കാരണങ്ങളാണെന്ന് വാട്ടർഫീൽഡ് അഡ്വൈസേഴ്സ് ഡയറക്ടർ വിപുൽ ബോബർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വ്യക്തത വരുന്നതുവരെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അകന്നു നിൽക്കുന്ന പ്രവണത പ്രകടമാകുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. 4ാം പാദ ഫലങ്ങളുടെ അവസാന ഘട്ടം. ONGC, ITC, സൺഫാർമ, നൈക്ക, ഹൊനാസ, ഹിൽഡാൽകോ, അശോക് ലേലാൻഡ്, ഡിവിസ് ലാബ് തുടങ്ങിയവ പ്രമുഖ കമ്പനികളുടെ അടക്കം ഫലപ്രഖ്യാപനങ്ങളുടെ 4ാം പാദ റിസൾട്ടുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അടുത്ത വാരത്തിൽ നിലവിലെ റിസൾട്ടുകളിലും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനിലുമായിരിക്കും കൂടുതൽ പ്രാധാന്യമെന്ന് SBI സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അസ്ഥിരതകൾ ഇന്ത്യൻ വിപണികളിൽ ഉണ്ടായേക്കാവുന്നതാണ്. നിക്ഷേപകർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും ക്വാളിറ്റിയുള്ള ഓഹരികൾക്ക് പ്രാധാന്യം നൽകേണ്ടതാണെന്നും SBI സെക്യൂരിറ്റീസ് പറയുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളും പ്രവചനങ്ങളും ഓഹരി വിപണിയെ സ്വാധീനിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ അധിഷ്ഠിതമായ വ്യാപാരങ്ങൾ കൂടുതൽ നടന്നേക്കും. ജൂൺ 1-ന് നടക്കുന്ന പോളിംഗിന് മുന്നോടിയായി മെയ് 20, 25 തീയതികളിലാണ് അടുത്ത വാരം 2 തവണയായി വോട്ടിംഗ് നടക്കുന്നത്. ആഗോള സാമ്പത്തിക ഘടകങ്ങൾ. US ഫെഡ് പ്രസിഡന്റ് ജെറോം പവലിന്റെ തിങ്കളാഴ്ചയിലെ സ്പീച്ചിലേക്കാണ് ഇനി വിപണിയുടെ ശ്രദ്ധ പോകുന്നത്. ഫെഡ് പലിശ നിരക്കുകൾ സംബന്ധിച്ച സൂചനകൾ ചൊവ്വാഴ്ച മുതൽ അടുത്ത വാരത്തെ വിപണിയുടെ ഗതിവിധികളിൽ സ്വാധീനം ചെലുത്തിയേക്കും. ഇന്ത്യയിലെയും US-ലെയും PMI ഡേറ്റയും സൂചികകളെ ബാധിച്ചേക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.